നമുക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ മണ്ഡലം ഉദ്ഘാടനമാണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഉദ്ഘാടനവും ഡീറ്റെയിൽ ക്ലാസ്സുമാണ് മാഡത്തിന്റെ പോർഷൻ വരുന്നത്. ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വൃദ്ധജനങ്ങൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകാനുള്ള ക്ലാസിന്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. അതിനായി ഇവിടെ എത്തിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് കൊടുക്കുന്ന പ്രാങ്ക് എന്തെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഓൾഡ് ഏജ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ക്ലബ് PTA സംഘടിപ്പിക്കുന്ന വയോജനങ്ങൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം ചെങ്ങന്നൂർ മണ്ഡലം ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ അച്ഛനമ്മമാരെയും ഞാൻ ഈ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഒരു വയോജന ഗീതമാണ്. ആ ഗീതം ആലപിക്കാനായി ഫാത്തിമത്ത് ബീഗം, പരമേശ്വരൻ പിള്ള രണ്ടുപേരെയും ഞാൻ ക്ഷണിക്കുന്നു. നമോഭാഗം. നമോഭാഗം. ഒരു നോക്കാത്ത മക്കളുടെ മുമ്പിൽ ഒരു വാക്ക് കേൾക്കാത്ത ബന്ധുവിന്റെ മുമ്പിൽ ഒരു പോക്ക് പോകുന്ന ജീവിതത്തിൻ മുമ്പിൽ അജയരായി നിൽക്കുവാൻ ഞങ്ങളുണ്ട് കൂടെ നമ്മളുണ്ട് കൂടെ. വളരെ നല്ലൊരു വയോജന ഗീതമായിരുന്നു. രണ്ടുപേർക്കും നന്ദിയുണ്ട്. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. അഭിലാഷ് വിശ്വേശ്വരൻ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വയോജനങ്ങൾക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ചെങ്ങന്നൂർ മേഖലയുടെ ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നമ്മൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഡിജിറ്റൽ മേഖലയിൽ പാട്ടുപാടിയും സ്നേഹിച്ചും മലയാളിയുടെ മനസ്സിലേക്ക് ചേക്കേറിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരി ഇന്ദു കൃഷ്ണ മേഡം, കേരളത്തിൽ അറിയപ്പെടുന്ന ഡിജിറ്റൽ പ്രതിഭയാണ്. ബഹുമാനപ്പെട്ട വ്യക്തിത്വത്തെ ഇന്നത്തെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും ഡിജിറ്റൽ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനുശേഷം ഉള്ള നമുക്കൊരു ചെറിയ തുക കൂടി വിതരണം ചെയ്യുന്നത് ചടങ്ങുണ്ട്. അപ്പോൾ അതിലേക്കും കൂടി മേഡമാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. മേഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. തുക 2000 രൂപ വെച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഇന്ന് 1 മാൻ ഷോ ഉണ്ട്. നമ്മുടെ കോമഡി താരം, നമുക്ക് എല്ലാവർക്കും TV-യിലൂടെയൊക്കെ കണ്ടുപരിചയമുള്ള ശ്രീ വിനീഷ് കാരക്കാട്, അദ്ദേഹത്തെയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു 1 മാൻ ഷോ കൂടി ഇവിടെ അവതരിപ്പിക്കാൻ കൂടി അദ്ദേഹത്തെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ TV-യിലൊക്കെ നിങ്ങൾ വളരെ സുപരിചിതനാണ് അദ്ദേഹത്തെ. ആ പെർഫോമൻസിന് ശേഷം പിന്നെ തുടർന്ന് ഇന്ദു കൃഷ്ണ മേഡത്തിന്റെ ക്ലാസ്സുകളിൽ നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഉദ്ഘാടനം നടത്തുന്നതിനായി നമ്മുടെ ഇന്ദു കൃഷ്ണ മാമിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. മാഡം 2 വാക്ക് സംസാരിച്ചു. ഹലോ, പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ നിൽക്കുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഒരു കാര്യത്തിനായി സംബന്ധിക്കുന്നത്. എന്നെ അതിൽ സജസ്റ്റ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് വിജീഷിനോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ച സാറിൻ്റെ പേരെനിക്കറിയില്ല, അഭിലാഷ് സാറിനും ഒരുപാട് നന്ദി. അപ്പം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഡിജിറ്റൽ വിദ്യാഭ്യാസ മേഖലയിൽ വയോജനങ്ങൾക്ക് പിന്നെ അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ് സംബന്ധിച്ച ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പം ഡിജിറ്റൽ വിദ്യാഭ്യാസം, അപ്പം അതിൻ്റെ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളാം. ഇവിടെ വെട്ടോളിച്ചൊന്നുമില്ലേ? ആ തിരിയങ്ങോട്ട് പൊക്കി വെക്ക. ഇതാണോ ക്രിക്കറ്റ്? ഒരുത്തം ബോൾ എടുത്തെറിയുന്നു, മറ്റവൻ അടിച്ച് കളയാനാണ് പിന്നെ ഇത്തിരി പുല്ല് കളിക്കുന്നത്. തങ്കം തങ്കം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. അപ്പോ നമുക്കിനി ക്ലാസ്സിലോട്ട് കടന്നാലോ? എല്ലാവർക്കും പിന്നെ എന്താ പറയുക, FB-യിലെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരും അതുപോലെ GPayയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പൈസയൊക്കെ മേടിക്കാനും പൈസയൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരൊക്കെ അല്ലേ? അപ്പൊ ഇതുവരെ നിങ്ങൾ ആരും GPay പൈസയൊന്നും സെൻഡ് ചെയ്തിട്ടില്ലേ? ഇല്ല. അങ്ങോട്ട് വിശ്വസിക്കാൻ പാടായിരിക്കുന്നവരെല്ലാവരും ഒന്നും ഒരുപാട് ഏജ് ഉള്ളവരൊന്നും അല്ല. ഇല്ല. അപ്പൊ ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരുന്നത്. നമ്മൾ GPay എടുക്കുന്നുണ്ടേ. അപ്പം നമ്മൾ ആർക്കാണ് നമ്മൾ പൈസ നമ്മൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം പേ എനിവൺ എന്നുള്ള ഇതെടുക്കുകയാണെങ്കിൽ, ഇങ്ങനൊരു സംഭവം എടുക്കുകയാണെങ്കിൽ
ഇവിടെ നമ്മൾ നമ്മുടെ പേരും അല്ലെങ്കിൽ അവരുടെ പേര് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇത് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുക്കുമ്പം അവരുടെ പേരോ ഫോൺ നമ്പരോ അവിടെ വരും. ഇപ്പം ഞാനിപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ ആണ് എൻ്റെ മോൾക്കാണെന്ന് വിചാരിക്കട്ടെ. എൻ്റെ മോളുടെ ഞാൻ അടിച്ചാൽ അവിടെ അങ്ങനെ പേര് വന്നു കഴിയുമ്പോൾ ലാസ്റ്റിൽ ഏറ്റവും നമ്മൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും. നമ്മൾ ഒരുപാട് അവർക്ക് ചെയ്തിട്ടുണ്ട്, അടിച്ച് പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് വരും. അപ്പോൾ അവിടെ പേ എന്നുള്ള ഒരു സംഭവം കാണുന്നുണ്ട്. പേ ഇട്ട് ചെയ്ത് കഴിയുമ്പം താഴെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക പിന്നെ അക്കങ്ങളുടെ ഒരു ഇത് വരും, കണ്ടോ? അപ്പോഴത്തേക്കും നമ്മൾക്ക് എത്രയാണ് പൈസ അയച്ചു കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളതവിടെ പിന്നെ എത്രയാന്ന് 100 200 എത്രയാന്നിങ്ങനെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളതിങ്ങനെ ആരോ മാർക്ക് കാണുന്നുണ്ട് വലത്തെ സൈഡിൽ, കാണുന്നുണ്ടോ? അടിച്ചു കൊടുത്തിട്ട് ആരോ മാർക്ക് കാണുന്നുണ്ട്. നോക്ക്, നീല കളറിൽ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. ഈ ആരോ മാർക്കിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ പൈസ പോകും. ഞാനിപ്പം പിന്നെ ടച്ച് ചെയ്യുന്നില്ല, കാരണം എന്റെ മോക്ക് പൈസ പോകും. മോക്ക് അങ്ങനെ എപ്പോഴും കൊടുക്കണ്ട. ഞാൻ FB, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്. ഞാൻ വിദേശത്തായിരുന്നു, അപ്പൊ എനിക്ക് ഇപ്പോഴും നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ട് അത് ടിക്ടോക്ക് ഇപ്പോഴും അവിടുത്തെ സിം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ടിക്ടോക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്തിലും ആക്റ്റീവാണ്, ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവാണ്. പിന്നെ എന്താ പറയാ, 2-3 4-5 ഷോർട്ട് മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമ ചെറിയ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ ഷൂട്ട് ഒരു ഷെഡ്യൂൾഡ് കഴിഞ്ഞു, അടുത്ത ഷെഡ്യൂൾഡ് തുടങ്ങാറായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇപ്പൊ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫോണിൽ കൂടെ കാണിക്കുന്നില്ല. നമ്മളിപ്പോ ഒരു വീഡിയോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാനുള്ള അതിനകത്തുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കുക. ഓണാക്കുമ്പോൾ നമുക്ക് ഏത് പാട്ടാണ് വേണ്ടെന്ന് വെച്ചാൽ അതിനകത്തിൽ ഇങ്ങനെ വരും. പിന്നെ എന്താ പറയാ, സോങ്സ് എന്നുള്ള ഒരു ഭാഗം വരും. സോങ്സ് എന്നുള്ള ഒരു ഭാഗം വരും. ആ പാട്ട് പിന്നെന്താ അല്ല മാഡം ഇപ്പൊ അഭിനയിച്ചൊരു പാട്ട് കാണിച്ചു തരും. അപ്പം പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ഏത് പാട്ടാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യുക. പിന്നെ അപ്പോഴത്തേക്കിന് എന്നിട്ട് നടുക്ക് ഇങ്ങനെ ആ പാട്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു സംഭവം ഉണ്ട്, ഒരു റൗണ്ട് ഉണ്ട്. അതിനകത്ത് ടച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ടായി കഴിയുമ്പോൾ ആ പാട്ടിനനുസരിച്ച് നമ്മൾ അഭിനയിക്കണം. ഒരു പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. പാട്ട് പാടാമെങ്കിൽ ഫോൺ വേണമെങ്കിൽ എവിടെ വെച്ചോളൂ. എല്ലാരും പ്രോത്സാഹിപ്പിക്കണം. ഒരു മിനിറ്റ്. ഇപ്പൊ ഞാനൊന്ന് പോവാണ്, മാഡം നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാഷിന്റെ കാര്യം മാഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാഡം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഓക്കെ? അപ്പൊ എല്ലാരും ക്ലാസ് ഒക്കെ കേൾക്കണം കേട്ടോ. ഞാൻ അവസാനമൊക്കെ ആവുമ്പോ എത്താം. ഓക്കെ, താങ്ക് യു. 10-25 മിനിറ്റിനകത്ത് കഴിയും. അപ്പൊ അതിനകത്ത് കേട്ടോ. പൈസ മാഡത്തിനോട് ചോദിച്ചാൽ. സുധീഷ്, നമ്മളിപ്പോ വരാമേ. പറഞ്ഞു നമ്മളിത് കഴിഞ്ഞത് ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സംശയം ചോദിച്ചോ. എന്താ സംശയം? വാട്സാപ്പ് കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ വാട്സാപ്പ്. അത് നമുക്ക് കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും ഓഡിയോ കോൾ ചെയ്യാനും ഒക്കെ, ഈവൻ ഏത് രാജ്യത്ത് വേണേലും നമുക്ക് ഇരിക്കുന്നവരെ, അമേരിക്ക, ലണ്ടൻ, എവിടെയുള്ളവരുള്ളിൽ നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയ ഒരു എന്താ പറയാ, ജയിലിൽ കിടക്കണം, അവനെ കാണാൻ പറ്റുമോ? ജയിലിൽ എന്താ പറയാ, ഇതില്ലല്ലോ, ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പോവാ, നമുക്ക് കഴിഞ്ഞല്ല മാഡം. കഴിയാറായോ? ഇനി എന്താ? ഇനി എന്താണ്? അപ്പൊ ഇൻസ്റ്റാഗ്രാമായി, ഫേസ്ബുക്കായി, ഗൂഗിളായി, എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞെങ്കിൽ പോവാം, പൈസ വാങ്ങിച്ചോണ്ട് പോവാം. നമുക്ക് ഇന്നിവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2000 രൂപ വെച്ച് പറഞ്ഞായിരുന്നു. ഇതൊന്നും കേൾക്കാൻ സത്യം പണി. 2000 രൂപയ്ക്കാണ് വന്നത്. ഉച്ചയായി, സമയമായി, വിശക്കണ്. രാവിലെ കാപ്പി വല്ലതും കുടിച്ചു. പൈസ ഇവിടെ തരുന്ന ഞാൻ ചോദിച്ചാൽ പറഞ്ഞു. പൈസ ഇവിടെ നിന്ന് അവരെ മാഡം തരുന്നാ പറഞ്ഞിരുന്നു. അല്ല, അവരെന്നോട് പറഞ്ഞിരുന്നത് ഞാനാണ് കൊടുക്കുന്നേന്നാ പറഞ്ഞത്. മുമ്പോട്ട് ഇല്ലടാ. അല്ല, അവര് വരട്ടെ. അല്ല, എന്നെ വിളിച്ചല്ലേ, ഞാൻ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. ഞാൻ പോയപ്പോ ചോദിച്ചപ്പോ ആ പെണ്ണു മാഡം തരുമെന്ന് പറഞ്ഞിട്ടല്ലേ. എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അവര് പറഞ്ഞത് എന്നെ ഇതിന് വിളിച്ചപ്പോ ഇവിടെ വന്നപ്പോഴാ പറഞ്ഞത്. മാഡം, അമ്മക്ക് ഈ ബുക്കും ഗൂഗിളൊന്നും അമ്മക്ക് വേണ്ട. നമ്മള് 2000 രൂപയ്ക്കാണ് വന്ന മാഡം. നമുക്ക് പൈസ, നമുക്ക് വീട്ടിൽ പോയിട്ട് ജോലിയുണ്ട്. പൈസ
അല്ല മാഡം പോയാലെങ്ങനെ? ഇല്ല പോവില്ല ഞാൻ മാഡം നമുക്ക് പൈസ അല്ല, ഞാൻ കൊടുത്താ അവരെ മതി, നോക്കട്ടെ. മാഡം. നമ്മളെ എന്നെ കൊണ്ടുവന്നത് എന്റെ വിടല്ലേ കൂട്ടുകാരൻ. വിടല്ലേ നമ്മളെ പൈസ ആൾക്കാരെ പറ്റില്ല. പൈസ ചേട്ടാ ആൾക്കാരെ ഞാൻ ഇവിടെ വരുമ്പം ഞാൻ നിങ്ങളെ പൈസ ആൾക്കാരെ പറ്റിട്ട് പോവരുത്. നിങ്ങൾ നല്ല നമ്മളെ അല്ല, മോളെ പ്രായമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നാ പറഞ്ഞേ. പൈസ ഞാൻ തരുന്ന ആ, ഇങ്ങനെ അപ്പൊ പൈസ 2000 നമ്മൾ ഇവിടെ വന്നവർക്കൊക്കെ കൊടുക്കുന്നു. പൈസ കേട്ടാ ഇങ്ങോട്ട് ഇവിടെ വരുന്നവർക്ക് എന്നെ കൊണ്ട് പൈസ കൊടുപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടെന്നാണ് പറഞ്ഞത്. അത് പൈസ തരികയെ തടങ്ങി തരി. അവര് വരട്ടെ. നമ്മക്ക് പോണ്ടേ പിന്നെ. മറ്റേ ആ പേയില് മാഡത്തിന് തന്നാ മറ്റേ ഗൂഗിൾ പേവയാ അതിന് പൈസ തന്നാ അവര് ഇപ്പൊ? നിങ്ങൾ ആരെ തരും? എനിക്ക് കൈ തന്നാ മതി പൈസ. എനിക്ക് കൈ തന്നാ മതി പൈസ. അല്ല ഞാനേ പൈസ പൈസ വേണ്ട, നീ വന്നിട്ട് തന്നെ വന്നാ നമുക്ക് ഇന്നല്ല പൈസ അടിക്കും. അല്ലെങ്കിൽ ഫോണിൽ അത് വാങ്ങിച്ചോ നമ്മളെ ബാഗ് എടുത്തോ. ആ ബാഗ് എടുത്തോ. ബാഗ് എടുത്തോ. ആ ഇതേപോലെ അമ്മ കുറെ ആൾക്കാരെ അറിയാം. നിങ്ങളെ പോലെ പാവങ്ങളെ പറ്റിക്കണത് ഞങ്ങൾക്ക് അറിയാം. നമ്മളെ ഇത് കണക്ക് ഓരോന്ന് വിളിച്ചു വരുത്തി നമുക്ക് പൈസയും തരില്ല. നമ്മളെന്തോ രാവിലെ ആഹാരം കഴിച്ചിട്ടില്ല. അയ്യോ, ചേട്ടാ ഒന്ന് സമാധാനപ്പെട്ട് പൈസ തരി. എങ്ങനെ സമാധാനപ്പെടും? ഇത്രയും നേരമായിട്ട് ഇവിടെ ഇത്രയും കേട്ടത് മാഡം പൈസ താ മാഡം. ഫോണിങ്ങിതാ നിങ്ങളെ പൈസ തരി. ഞങ്ങളെ പോലെ പാവങ്ങളെ പറ്റിക്കരുത്. ഞങ്ങളെ പോലെ പാവങ്ങളെ പറ്റിക്കരുത് കേട്ടോ. പിന്നെ എന്തേലും വേണം മാഡം? ഇത്രയും നേരം നമ്മൾ ഇവിടെ ഇരുന്ന് മാഡം പറയുന്ന മൊത്തം കേട്ടില്ലേ? നിനക്ക് മനസ്സിലായടാ? നിനക്ക് എന്തെങ്കിലും പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. അത് പൈസ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാത്തോണ്ടാണ് വേറെ പറയാൻ പറഞ്ഞത്. പറയാണ് നിനക്ക് മനസ്സിലായടാ? എനിക്കൊക്കെ മനസ്സിലായി. വെള്ളം പോയി കിട്ടി. ആ വെള്ളം പോലും ഒരു ഗ്ലാസ് ചായ ആ, പോകാൻ പറ്റില്ല. വിജീഷേ, വിജീഷേ, വിജീഷും ഇല്ല, ആരും ഇല്ല ഇവിടെ. എല്ലാ വിജയിച്ചും ഒരു വിജയിച്ചും ഇല്ല. ഞങ്ങൾ ഈ കളത്തറ ഞങ്ങളടുത്ത് നടക്കൂല. ആ ഈ പരിപാടി നമ്മുടെ നടക്കില്ല. എടാ നിങ്ങൾ പല ജില്ലയിലും കളിച്ചാലും ഇവിടെ പറ്റൂല. അത് എന്റെ ദൈവമേ, എന്റെ ചേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് വരുന്നത്. ഞങ്ങൾ വന്നത് അത് ഇന്ന് ഉച്ചയ്ക്ക് ഗുളി കഴിക്കണ്ടേ? എനിക്ക് പൈസ തരി. ഞാനൊരു പേര് എത്ര വെച്ചാ അയാളിയാ? 14,000 14,000 തരി. ഞങ്ങൾക്ക് മരുന്ന് വയ്ക്കാനുള്ള പൈസയാണ്. 14,000 രൂപ എണ്ണി വെക്കാതെ ഇവിടെ ഗൂഗിൾ പേയില് എന്നെ ഇവിടെ അവര് ഇതിന് വിളിച്ചതാ. ഞാന് ഇവർക്ക് നിങ്ങളല്ലേ ഞങ്ങൾക്ക് എന്തോ ഞങ്ങൾക്ക് ഒരു കോപ്പം മനസ്സിലായില്ല. എന്താ ഇവിടെ കിടന്ന് അലച്ച്. അപ്പൊ ആ കൊച്ച് ആ മോളിറങ്ങിപ്പോയി. മോളെന്താ പറഞ്ഞിട്ട് ആ മേഡം പൈസ തരുമെന്ന് പറഞ്ഞിട്ട് എന്നെ പോയാ. ആ മേഡം ഇങ്ങനെ ഒരു ചടങ്ങ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആ ചടങ്ങ് ചെയ്യാനാണ് പറഞ്ഞത്. ആ ചടങ്ങ് ചെയ്യേ. അവര് പറഞ്ഞിട്ട് പൈസ തരട്ടെ. ആ ചടങ്ങ് ചെയ്യേ. പൈസ തരി. അതിനകത്ത് പൈസ ഉണ്ട്. പൈസ അല്ല പൈസ ഇല്ല, അതിനകത്ത് പൈസയൊന്നും പൈസ ഇല്ല. ഒന്നും ഇല്ലാതെ ഇതില് പിന്നെ കല്ല് വാരി ഇട്ടേക്കുന്നത് എന്താ? അതിനകത്ത് പൈസ ഒന്നുമില്ല. എന്റെ ജിപേയാ പൈസ. ഗൂപ്പിടയിലുണ്ടെന്ന്. ജിപേ പൈസ ഗൂഗിൾ പേയില് ഗൂഗിൾ പേ ഗൂഗിൾ പേ എങ്ങനെ എടുക്കും ചേട്ടൻ? ഓണാക്കാൻ നിങ്ങൾ കാരണം ഇവര് എനിക്ക് പൈസ ഒന്നും ഞങ്ങളെ തന്നിട്ടില്ല. പാവങ്ങളെ പൈസ കൊണ്ട് നിങ്ങൾ പോവോ? ഇവരെനിക്ക് പൈസ ഈ പാവപ്പെട്ട ഞങ്ങളെ പൈസ കൊണ്ട് പോവോ? അങ്ങനെ തിന്നാ എന്തോ ഇങ്ങനെ എന്തിന് പാവങ്ങളെ പറ്റിക്കുന്നത്? വയസ്സായ അമ്മേരെ പ്രായമുള്ളതല്ലേ? എന്റെ ദൈവമേ, ഇത് എനിക്ക് എന്റെ പൈസ എന്നെ ഇവിടെ വന്നിട്ട് ഒരു അവര് എന്നെ കൊണ്ട് പൈസ ഇവിടെ കൊടുപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടെന്നേ പറഞ്ഞുണ്ട് ചേച്ചി. ആ ചടങ്ങ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ആ ചടങ്ങ് ചെയ്യും. ഞങ്ങൾ പോട്ട് തന്നില്ലല്ലോ എന്റെ കയ്യില്. നിങ്ങൾ BP അറിയാലോ. എനിക്ക് മുടി അടിക്കാതില്ല. പറ്റൂല. നിങ്ങൾ അവിടെ നിങ്ങൾ പൈസ തരി. പൈസ അവ വരും കച്ചട വിജീഷൊക്കെ ലോകം വിട്ടു. അങ്ങനെ ചെയ്യത്തില്ല വിജീഷ്, അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ എവിടെ വിജീഷ്? എവിടെ വിജീഷ് എന്റെ നാട്ടുകാരനെ എന്റെ അയൽവക്കക്കാരനാണ്. വിജീഷ് അങ്ങനെ ഒരിക്കലും ചെയ്യൂല. പൈസ അടിക്കുന്നുണ്ട്. പൈസ അടി. ഞങ്ങളെ പാവങ്ങളെ കൊണ്ട് ഇവിടെ കൊടുത്തിട്ട് പൈസ നിനക്ക് പൈസ വേണ്ടി. പിന്നെ പൈസ വേണ്ടേ? എന്തോ ചേച്ചി ഒച്ചയിടുന്ന ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നിട്ട് പിന്നെ നമുക്ക് ചുമ്മാ ഞങ്ങൾ ചുമ്മാ ഞങ്ങൾ ചുമ്മാ തന്നതാ. എടാ ഇതൊക്കെ തലയിൽ അടിച്ചു വിടറാ. പൈസ പൈസ എന്റെ ഫോണ് കേട്ടോ. എന്റെ പുതിയ ഫോൺ. എന്റെ ഫോണ് പിന്നെ ചേട്ടാ എന്താ പൈസ പൈസ എന്റെ വായ എന്റെ ഫോണ് താഴെ ഫോൺ ചേട്ടാ. എന്റെ ഫോൺ എന്റെ മോൻ എനിക്ക് പുതിയ ഫോൺ പൊട്ടിക്കണേ പൈസ. എന്റെ പൈസ എന്റെ അവര് തന്നില്ല. ഇതെന്താ പേ ഉണ്ടല്ലോ. പേ ചെയ്. എന്റെ മോനെ നമ്പർ പറഞ്ഞുതരാം. 14,000 ആ പേരില്ല. സിനിമാടനല്ലാതെ എന്റെ പൈസ പിന്നെ എനിക്ക് ചെയ്താ. എന്റെ ഫോൺ പിടിക്കാൻ പറ്റില്ല. ലോക്ക് എടുത്ത് എനിക്ക് അവര് പൈസ തരട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ എന്താണ് അറിയണത്? അവർ തരാതിരിക്കണം. ഞാൻ പൈസ അവന് ഇങ്ങനെ തന്നെ പ്രശ്നമാണ്. സ്വന്തം ഭാര്യ തലക്കടിച്ച് കൊന്നാനാണ് പിന്നെയാണ് ഈ കേസ്.
സ്വന്തം ഭാര്യ BP കയറിയിട്ട് അറിയാതെ നമുക്ക് പൈസ വാങ്ങിച്ചു തരുമോ? വിജീഷിനെ വിളിക്കട്ടെ, ഞാൻ വിജീഷ് മാഡം മാഡം പൈസ താ. ഞാൻ വിജീഷിനെ വിളിക്കട്ടെ ചേട്ടാ. BP കാരണം അവന് ഈ പൈസ തര്. BP കയറി ചേട്ടാ, ഞാൻ നോക്കാം. ഈ പൈസ നേഴ്സാണ്. ഈ പൈസ 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 വേണം, പൈസ തര്, പൈസ തര്. പൈസ കൊടു കയ്യിലുള്ള പൈസ കൊടു. എടാ, എനിക്ക് എന്താ ചെയ്താ പൈസ താ, ഞാൻ കൊണ്ടില്ല, തര്. പൈസ ചേച്ചി പൈസ ഇടാ. കുഴപ്പമൊന്നും ചേച്ചി BP നോക്കി കൂടുന്നതാണെങ്കിൽ ചേട്ടന് അത് പ്രശ്നം കേട്ടോ. പൈസ ഇടാ. കൈവിട്ട് നിൽക്കാൻ ഞാനൊരു നേഴ്സാണ്, എനിക്കറിയാം, ഞാൻ നോക്കാം. BP കൂടിയാണെങ്കിൽ ചേട്ടനെ അവിടെ ഇരുത്തും. അങ്ങനെയാണോ ഇങ്ങനെ കാണിക്കുന്നത്? അതേണ്ടേ എവിടെ പോയേക്കുമായിരുന്നു മോളെ? പൈസ വേണം. ഇവര് പൈസ എന്ന് പറഞ്ഞു എന്റെ നീ അടുത്ത് വേറെ ബഹളം പൈസ ഉണ്ടാക്കുന്നു. തന്നല്ലേ പറഞ്ഞിട്ടില്ലേ മോള് പോയത്? ഓ ഞാൻ പറഞ്ഞു പൈസ തരാം. മാഡത്തിന്റെ കയ്യിൽ ഞാൻ ഓരോരുത്തരുടെ പേരെഴുതി ഇത് തന്നല്ലോ. കണ്ടാ കള്ളത്തരം കാണിക്കുന്ന പെണ്ണുമ്പിള്ളെ. ഇത്രയും നേരം മാഡം മാഡം എന്ന് വിളിച്ച വാഴ പെണ്ണുമ്പിള്ളെ എന്ന് വിളിപ്പിക്കരുത്. എപ്പോഴും പൈസ കൊടുത്തത് ഞാൻ ഇവിടെ ഇരുന്നപ്പോ കൊടുത്തല്ലോ. കണ്ടാ? ബാഗിൽ നോക്ക്. എന്നെ നോക്കിക്കോ. ഓ ബാഗിലുണ്ടെന്നല്ല. മാഡം തരുമെന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ. മാഡം അതാണ് ഞങ്ങൾ ചോദിച്ചപ്പോ ഇല്ലാന്ന് കള്ളം ഇല്ലാന്ന് പറയാന്ന് പറഞ്ഞു, നിങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിനാണല്ലോ ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ അവിടെ വന്നപ്പോ എന്റെ അടുത്ത് ഈ ഒരു പേപ്പർ കാണിച്ചിട്ട് ഇന്നൊക്കെ ചേച്ചി പറയണമെന്നല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ മാഡത്തിന് കൊണ്ടുവന്നത് തന്നെ ഇവർക്ക് കൊടുക്കാനല്ലേ പൈസ. പൈസ തന്നില്ല, പിന്നെ എവിടുന്ന് ഞാൻ കൊടുക്കുന്നത്? ഞാൻ ഇവിടെ ഇരുന്നപ്പോ എന്റെ ആര് തന്ന പൈസ? വിജീഷിന്റെ പൈസ കാണിക്കുന്ന ഇപ്പൊ ഇല്ല മാഡത്തിന്റെ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പൈസ വേണ്ട. ഒരു പേഴ്സും ഒരു പേഴ്സും 100 രൂപയേ ഉള്ളൂ അതില്. നിങ്ങൾ സംസാരിക്കും 2 മിനിറ്റ് ഞങ്ങൾ സമയം തരും. പിന്നെ ഞങ്ങൾ എല്ലാം കൂടെ കയറി വിജീഷ് അവരെന്തേ? ആര് ഇവിടെ എന്നെ വിളിച്ച ചേട്ടനും വിജീഷ് അപ്പുറത്തെ ക്ലാസ്. അല്ല വിജീഷ് എന്റെ ഫ്രണ്ടും എന്റെ അയൽവക്കക്കാരനും വിജീഷ് പുള്ളിയാ എന്നെ വിളിച്ച ഇതിന്. വിജീഷ് പോയി. വിജീഷ് അങ്ങനെ പോത്തില്ല. ഐ, ശരി, ശരി, ശരി. കാരണം ഞങ്ങൾ എന്നോട് ഒന്നിച്ച് വന്ന എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടും വിജീഷ്. എന്നിട്ട് വിജീഷ് പോത്തില്ല. ഞാൻ വിജീഷിനെ അവൻ കള്ള, അവൻ പോയി. വിജീഷേ അവന്റെ ആ കാണിപ്പ് കണ്ടപ്പോഴേ എനിക്ക് അയ്യോ, ഈ ചേട്ടൻ എന്തോ ഈ കാണിക്കുന്നു? ഓ അത് തീർന്നു. വയസ്സായെന്നും പറഞ്ഞിട്ട് ഇത് എന്റെ ഫോൺ അകത്ത് കയറി പോ. ഓണായി ഫോണ്. അത് ഓണായി, ഓണായി, ഓണായിടാ. ഇതാ ഓഫാക്ക്. ഓണാക്കടാ, ഞാൻ ഓഫാക്കി തരാം. ഓഫാക്ക്. അവിടെ അല്ല അത് തൊലക്കല്ലേ. ഓഫാക്കല്ലേ എന്റെ ഫോൺ. ഇങ്ങനെ വരയ്ക്കടാ, ഇങ്ങനെ വരയ്ക്കേ. പൈസ മാഡത്തിന് തന്നത് കൊടുത്തില്ലെങ്കിൽ ഇവർ ഇനിയിപ്പോ ഇവിടെ കിടന്ന് ബഹളം വെക്കും. അത് മോളെ എന്റെ ഈ പൈസ തന്നു മോളെ. തന്നു. ഇനിയിപ്പോ തന്നോ. എപ്പ തന്നു പൈസ? ഞാൻ ഇവിടെ ഇരുന്നപ്പോ എപ്പ തന്നു പൈസ? എന്റെ എപ്പ തന്ന പൈസ? അയ്യോ, ഞാൻ ഇവിടെ ഇരുന്നപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിപ്പില്ലായിരുന്നു. എന്റെ എപ്പ പൈസ എന്തോ ഇത് നല്ല ബോധമില്ല. എനിക്കറിയാൻ എനിക്ക് ബോധമില്ലെന്ന് എനിക്ക് തോന്നുന്നേ. എന്നെ വിളിച്ചുപിടിച്ച് എന്റെ പൈസ തന്നെന്ന് ഒട്ടും ബോധമില്ലേ? എനിക്ക് എന്റെ ബോധത്തിന്റെ കാര്യമല്ല. ഇവർക്ക് ഇവിടെ പൈസ കൊടുത്തില്ലെങ്കിൽ ഇവിടെ വിഷയം മാറും. പൈസ കൊടുക്കുന്നത് നിങ്ങളാ. ഞാൻ തന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ നിന്നപ്പോഴും എന്നോട് പറഞ്ഞ എന്തുവാ, ചേച്ചി ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തതിന് ശേഷം ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, അത് ചേച്ചിയെ കൊണ്ടാ ചെയ്യിപ്പിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ തന്നത് തന്നു. എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് പട്ടുവായോ? നമ്മളെ പറ്റിക്കാനാണോ? ഒന്നിച്ച് പട്ടായോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ചേട്ടാ നിങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ എന്റെ പൈസ തന്നു. ഒരു പൊതി കൊടുക്കണ കണ്ടില്ലേ? എന്നാ എന്റെ ബാഗിനകത്ത് നോക്ക്. എന്നാ എന്റെ ബാഗിനകത്ത് നോക്ക്. പൈസ ഞാൻ എടുത്ത് വെക്കാനാ? വീഡിയോ എടുത്തവരുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ എനിക്ക് പൈസ തന്നത് വീഡിയോ കാണുന്നുണ്ടോ? ഫോട്ടോയിൽ കാണുന്നുണ്ടോ വീഡിയോ? വിജീഷ് ഇങ്ങോട്ട് വന്ന്. വിജീഷേ പേപ്പറും എന്റെ തന്നില്ല. പോയി വിജീഷ് എന്തുവാ വിജീഷ് ഇത്? എന്റെ കൈ പൈസ തന്നെന്ന്. ഞാനും എന്റെ പൈസ പോഞ്ഞു നിന്ന്. എന്തോ സംഭവം ഇത്? ഇവരിവിടെ വന്നപ്പം പറഞ്ഞത് ഇങ്ങനൊരു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ 2000 രൂപ ഇത് ഇവർക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, അത് എന്നെ കൊണ്ട് കൊടുപ്പിക്കുന്നല്ലേ പറഞ്ഞത്. എന്റെ പൈസ തന്നെന്ന് ഞാൻ കൊടുത്തു. തന്നിട്ടില്ല. ഇല്ല, തന്നിട്ടില്ല. നിങ്ങളുടെ ക്യാമറയിലുള്ളത് എന്നെ ഒന്ന് കാണിച്ചു തന്നാലേ. കാണിച്ചേ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടില്ല. ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ്. ഈ ചേട്ടന് ഇങ്ങോട്ട് അയ്യോ, ദൈവജീവിതത്തിൽ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് സത്യമായിട്ടും. നിങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്നു. അയ്യോ, ഭയങ്കര ഫാമിലിയർ ആയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നേ. ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു ആളാണ്. നിങ്ങളെ കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഞാൻ ഒത്തിരി
ആഗ്രഹിച്ചത് ഈ ചേട്ടനെ സത്യം. അല്ല, നിങ്ങളെ ഫേമസ് ആക്കണം, നിങ്ങളെ എല്ലാവരും അറിയണം, അവർ അത്രയും കഷ്ടപ്പെടുന്നു ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് നമ്മൾ അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. നിങ്ങൾ ഫേമസ് ആവില്ലേ ഇനിയിപ്പം? ഫോണ് എല്ലാം ഇതാണ്. പൈസ, പൈസ ഇല്ലാത്ത പൈസ. വെള്ളം. എന്റെ 300 രൂപ. എന്നാ വെള്ളം കുടിച്ചോ. ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാൽഡാമൂരം ആൻഡ് നെയ്യാറ്റിംഗ് നൽകുന്ന സമ്മാനം.